നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും കഷ്ടങ്ങളും കടഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അങ്ങനെ തുടങ്ങി പുറത്തു പറയാൻ കഴിയാത്ത തരത്തിൽ ഭാരങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ നിങ്ങളുടെ ഭാരങ്ങൾ എപ്പോൾ അവസാനിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം ഒരു ഉയർച്ചയുണ്ടാകും? സന്തോഷമുണ്ടാകുമോ? സമാധാനമുണ്ടാകുമോ? എപ്പോൾ നിങ്ങൾക്കത് സ്വന്തമാക്കാൻ കഴിയും എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ഫലപ്രകാരം നോക്കുവാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ലഭ്യമാകാൻ പോകുന്നത് എന്നാണ് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ പറയുന്നത്. അപ്രകാരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് തൊടുകുറി ശാസ്ത്രത്തിലൂടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം കാക്കയുടെയും രണ്ടാമത്തെ ചിത്രം കഴുകൻ്റെയുമാണ്. ഈ 2 ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ അതിനെയൊക്കെ മാറ്റുവാനായിട്ട് സർവീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ, അതായത് കാക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ മറികടന്ന്, ഒരുപാട് കഷ്ടതകളെ മറികടന്ന് ഇപ്പോഴും ജീവിതം വളരെയധികം അനുഗ്രഹപൂർണ്ണമാക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നല്ല മനസ്സിൻ്റെ ഉടമകൾ തന്നെയാണ്. ആരെയും വേദനിപ്പിക്കാതെ, ആർക്കും ഒരു ഭാരമായി തീരാതെ ഇന്നും ജീവിക്കുന്ന വ്യക്തികൾ. കഴിഞ്ഞ കാല ജീവിതങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി നിങ്ങളുടെ ഭവനങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തെയും അതുപോലെ നിങ്ങളുടെ മക്കളുടെ കാര്യവുമൊക്കെ വളരെ അതിമനോഹരമായി പരിപാലിച്ച വ്യക്തികളാകുന്നു നിങ്ങൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ശാരീരിക മാനസികമായ അത്രത്തോളം മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും പഴി പറയാതെ ഇന്നും ജീവിച്ചു തീർക്കുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടേത്. എങ്ങനെയാണ് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും അതുപോലെ ജീവിതത്തെ നശിപ്പിക്കുന്ന പലതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും, അതായത് നിങ്ങളുടെ കുടുംബത്തിലോ ജീവിത പങ്കാളിക്കോ ഒന്നും തന്നെ ഒരു ആത്മാർത്ഥതയുണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രത്തോളം മനസ്സിൽ ബുദ്ധിമുട്ടുകളും വേദനകൾ ഉണ്ടാക്കുന്ന പല സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും മറ്റുള്ളവരോട്, അതായത് മക്കളോടൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു മാതാപിതാക്കളായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ, ചില വേദനകൾ, ചില വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങളെ ഒരുപാട് തകർക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പല വ്യക്തികളും ഇന്ന് നിങ്ങളോടൊപ്പമില്ല. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികൾ ഇന്ന് നിങ്ങളുടെ കൂടെയില്ല. നിങ്ങളെ കളിയാക്കിയവരും പുച്ഛിച്ചവരും നിങ്ങളെ തള്ളിക്കളഞ്ഞവരും ഒക്കെയാണ് ഇന്ന് നിങ്ങളുടെ ചുറ്റും നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് അളവിലധികം സമ്പാദ്യങ്ങളും അതുപോലെ സ്നേഹവും സംരക്ഷണയും ഒക്കെ വാരി വാരി നൽകുന്ന വ്യക്തികളാണ്. എന്നാൽ ഇന്ന് നിങ്ങളുടെ ജീവിതം അതികഠിനമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വലിയ അസുഖത്തിന് അല്ലെങ്കിൽ ഒരു വലിയ ആരോഗ്യ പ്രശ്നം നിങ്ങളിലുണ്ട്. അത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട്. സന്തോഷത്തോടെ ഭവനത്തെ കൈക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. എപ്പോഴും നിരാശകളും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ആയിട്ട് ജീവിതം കടന്നു പോകുന്നു. സന്തോഷം എന്നത് അറിഞ്ഞിട്ട് തന്നെ കുറേ കാലങ്ങളായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായ ഒരു കാര്യം. അത്തരത്തിലുള്ള ഒരു വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് ധാരാളം ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. വിശ്വാസത്തോടും ഈശ്വര സംരക്ഷണത്തോടും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ വരുന്ന ഒരു 74 ദിവസത്തിനകം തന്നെ
നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാരങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ വിശ്വാസവും പ്രാർത്ഥനയും കഠിനാധ്വാനവും നിങ്ങളിലുണ്ടെങ്കിൽ സാമ്പത്തികമായും മാനസികമായും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസ പ്രശ്നങ്ങളെയും ഒക്കെ നിങ്ങൾക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഉറപ്പിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിരാശരാവരുത്. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ കലണ്ടറിൽ എഴുതിയിടുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകുന്ന ദിവസം തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചിത്രമായ കഴുകൻ തിരഞ്ഞെടുത്തവരെക്കുറിച്ച് പറയുകയാണ്. വളരെയധികം സൂക്ഷ്മതയോടുകൂടി ജീവിതങ്ങളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും പലരുടെ സങ്കടങ്ങളിലും അലിഞ്ഞു പോകാതെ ഇന്നും വളരെയധികം മനക്കെട്ടിയോടുകൂടി ഒരു ജീവിതം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികൾ. പലർക്കും തോന്നും നിങ്ങൾക്ക് എന്താണ് ഇത്ര കഠിന ഹൃദയം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ വേദനയിലോ പ്രയാസങ്ങളിലോ മനസ്സലിയാതെ നിൽക്കുന്നത് എന്നൊക്കെ. പക്ഷേ മനസ്സലിഞ്ഞ അല്ലെങ്കിൽ മനസ്സ് വേദനിപ്പിച്ച ഒരു സമയമൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കല്ലാക്കി നിർത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നിങ്ങളെ കളിയാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുന്ന വ്യക്തികൾ നിങ്ങൾക്കെതിരെ തിരിയുന്നത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയി. ബന്ധങ്ങളും സ്വന്തങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാധ്യതകളും കടഭാരങ്ങളും രോഗദുഃഖങ്ങളും ഒക്കെയുണ്ട്. അതിനേക്കാൾ അപ്പുറം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒറ്റപ്പെടലിൻ്റെ വേദനയാണ്. അതായത് ഒരു കുടുംബത്തിനകത്തുള്ള എത്രയൊക്കെ മാതാപിതാക്കളെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ഭാര്യയുടെ മാതാപിതാക്കളെയോ ഒക്കെ സ്വന്തം എന്നോണം സ്നേഹിച്ചിട്ടും അവർ നൽകുന്ന അവഗണനകളാണ്. ഒരു കുടുംബജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ഭാരങ്ങൾ ഏറ്റെടുത്തിട്ടും ഏറ്റവും അവസാനം ഒറ്റപ്പെടുത്തുന്ന ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ മക്കളെയോ ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാകാം നിങ്ങളുടെ മനസ്സ് ഭാരപ്പെടുന്നതും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറ്റിവയ്ക്കപ്പെടുന്നതും ഇപ്പോഴും നിങ്ങൾ കഠിന ഹൃദയരായിട്ട് കഴിയുന്നതുമൊക്കെ. ഈ പ്രശ്നങ്ങൾ മാറുവാനായിട്ട് നിങ്ങൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. കാലതാമസം ഒന്നുമില്ല. എപ്പോൾ മാറും എന്നോർത്ത് പ്രയാസപ്പെടാതെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ മാനസികമായി വളരെയധികം നിഷ്കളങ്കരായ വ്യക്തികളാണ്. നിങ്ങൾക്ക് ഒരു ഭാരമോ അല്ലെങ്കിൽ ഒരാൾ മിണ്ടാതിരുന്നാലോ ഒന്നും തന്നെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത്ര പ്രയാസമുണ്ടാക്കുന്നു. എന്നാൽ ഈ മനസ്സിനെ കട്ടിയാക്കി തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുക. മക്കളോടായാലും മാതാപിതാക്കളോടായാലും അവർ തരുന്ന വേദനകളൊക്കെ ഇന്നും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്വന്തം വിശ്വസിച്ച സഹോദരങ്ങൾ പോലും വസ്തുവിൻ്റെ പേരിലോ അല്ലെങ്കിൽ പണത്തിൻ്റെ പേരിലോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീരുണ്ടാക്കിയ സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ മാറുവാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അവരുടെ നല്ലതിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും. അതുകൊണ്ട് തന്നെ ആർക്കും ദോഷം വരണമെന്നുള്ള രീതിയിലൊന്നും പ്രാർത്ഥിക്കാതിരിക്കുക. കൂടെ പിറന്നവരെയും മക്കളെയും ഒക്കെ ഒരു പരിധിവരെ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു അനുഗ്രഹം ഉണ്ടാകും, ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകും. പ്രാർത്ഥനയുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.